സ്നേഹമുള്ള ഒരു പുതിയൊരു വീഡിയോയുമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുകയാണ്. ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഞാൻ അവതരിപ്പിക്കുക മറ്റൊന്നുമല്ല, ഇന്നും നമ്മുടെ ഓരോരുത്തരുടെ ഇടയിൽ മനുഷ്യത്വം മരിച്ചിട്ടില്ല എന്ന ഒരു സത്യം തെളിയിക്കുന്ന ഒരു രംഗമാണ്. മറ്റൊന്നുമല്ല, മെയ് മാസം അവസാനത്തോട് അനുബന്ധിച്ച് നമ്മൾ കണ്ട ഒരു വാർത്തയാണ്. എല്ലാവരും ഞെട്ടിപ്പിച്ച ഒരു വാർത്ത. അമൽ വർഗീസ് എന്ന ഒരു കുട്ടിയെ കാണാനില്ല. 3 ദിവസത്തോളം ആയിട്ട് 23 വയസ്സുള്ള ആ കുട്ടിയെ ആളുകളെല്ലാം തിരയുകയാണ്. അവസാനം അവർക്ക് കിട്ടിയ ഒരു ന്യൂസ് എന്ന് പറയുന്നത്, ഈ കാണാതായ അമൽ വർഗീസ് വാകത്താനം പള്ളിയുടെ വലിയ പള്ളിയുടെ അടുത്തുള്ള ആ പാലത്തിൻ്റെ അടിയിൽ കുളത്തിൽ കിടക്കുന്നുണ്ട് എന്നാണ്. ആ ജീവനത്തെ ശരീരം 3 ദിവസമായി ആ കുളത്തിലാണ് അഴുകി ഭയങ്കര ദുർഗന്ധം വമിക്കുന്ന ആ കുട്ടിയെ, അമൽ വർഗീസിന്റെ ശരീരം, അത് പുറത്തേക്ക് എടുക്കുവാൻ സാധാരണയായിട്ട് കടന്നു വരുന്ന ആരും തന്നെ തയ്യാറാകുന്നില്ല. കാരണം ഒന്ന്, ആ പരിസരത്തെ ആ ഒരു പ്രത്യേകത, കാരണം വളരെ ആഴമേറിയ കുളം, പിന്നെ സഹിക്കാൻ പറ്റാത്ത ദുർഗന്ധം, അവിടെ ഇറങ്ങിക്കഴിഞ്ഞാലുള്ള അപകട സാധ്യതകൾ, ഇതെല്ലാം ഓരോരുത്തരെയും പിന്തിരിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ മനുഷ്യത്വം മരിക്കാത്ത ഒരു പോലീസുകാരൻ മുന്നോട്ട് വരുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ജോലിയുടെ ഭാഗമായിരിക്കും, പക്ഷെ മറ്റെല്ലാവരും മടിച്ചു നിൽക്കുകയാണ്. കാരണം തങ്ങളെ കാത്തിരിക്കുന്നത് എന്താണെന്ന് അവർക്ക് അറിഞ്ഞുകൂടുക. കാരണം ആഴമേറിയ ഒരു കുളം, ആ കുളത്തിൽ അഴുകി ദ്രവിച്ച ഒരു ശരീരത്തെ എടുക്കുക എന്ന് പറയുന്ന ആർക്കും അത്ര എളുപ്പമുള്ള ഒരു ജോലിയല്ല. പക്ഷെ അവിടെ പ്രതീഷ് പ്രസാദ് എന്ന ഒരു സിവിൽ പോലീസ് ഉദ്യോഗസ്ഥൻ മുന്നോട്ട് വരികയാണ്. അതുവരെ എല്ലാവരും മടിച്ചു നിന്നപ്പോൾ നമുക്ക് ആ കുഞ്ഞിനോട് ചെയ്യാൻ പറ്റിയ അവസാനത്തെ നീതി എന്ന് പറയുന്നത് ആ മകൻ്റെ ശരീരം അവൻ്റെ അമ്മയുടെ കാര്യങ്ങളിൽ എത്തിക്കുക എന്നുള്ളതാണ്. ആ മരിച്ചുപോയ മകനോട് നമുക്ക് ചെയ്യാനുള്ള ഏറ്റവും അവസാനത്തെ നീതി എന്ന് പറയുന്നത് അതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ പോലീസുകാരൻ മറ്റുള്ളവരെല്ലാം മടിച്ചു നിന്ന ആ കുളത്തിലേക്ക്, ചീഞ്ഞളിഞ്ഞ കുളമാണ്. നമ്മൾ അന്നത്തെ ദിവസങ്ങളിൽ പത്രങ്ങളിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാം ഒരു ശരീരം താങ്ങി പിടിച്ച് നിൽക്കുന്ന ഒരു പോലീസുകാരൻ്റെ ചിത്രം. എല്ലാവരുടെയും മനസ്സിൽ പതിയുന്ന ഒരു ചിത്രം തന്നെയായിരുന്നു ഈ പോലീസുകാരൻ്റേത്. പ്രതീഷ് പ്രസാദ് എന്ന വാകത്താനത്തെ പോലീസ് സ്റ്റേഷനിലും ജോലി ചെയ്യുന്ന ആ പോലീസുകാരൻ്റേത്. തീർച്ചയായും വളരെ അഭിനന്ദനം അർഹിക്കുന്ന ഒരു ദൗത്യമാണ് അദ്ദേഹം നിർവഹിച്ചത്. പിന്നീട് രമേശ് ചെന്നിത്തലയൊക്കെ വീഡിയോ കോൾ വിളിച്ച് ആ പോലീസുകാരനെ അഭിനന്ദിക്കുന്നതൊക്കെ നമ്മൾ പത്രമാധ്യമങ്ങളിൽ കണ്ടിട്ടുണ്ടാകാം. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, അവിടെ അദ്ദേഹത്തെ സംബന്ധിച്ച് മറ്റുള്ളവർ മാറിയതുപോലെ മാറി നിൽക്കാമായിരുന്നു. കാരണം മാറി നിന്നാൽ പോലും ആരും ഒന്നും പറയില്ല. കാരണം മുമ്പിലുള്ള കുളം ആഴമേറിയതാണ്, ഒത്തിരിയേറെ അപകടം വിളിച്ചു വരുത്തുന്ന ഒന്നാണ്. ആരും തയ്യാറാകാതെ നിൽക്കുന്ന സാഹചര്യമാണ്. ആരെയും നിർബന്ധിച്ചെടുക്കാൻ പറ്റുന്ന ഒരവസ്ഥയിലല്ല അവിടെ ഈ ഒരു മനുഷ്യൻ മറ്റൊരു അമ്മയുടെ വേദനയിലേക്ക് തൻ്റെ വേദനയെ കൂടി ചേർത്ത് വെച്ചു. ഞാൻ ഈ എടുക്കുന്ന ത്യാഗം, ഞാൻ ഈ എടുക്കുന്ന ഈ ദൗത്യം ആ അമ്മയുടെ ആശ്വാസത്തിന് വേണ്ടിയാണ്. തൻ്റെ മരിച്ചു പോയ മകനെ ഒന്ന് അവസാനമായി കാണുവാനും അന്ത്യകർമ്മങ്ങൾ ചെയ്യുവാനുമുള്ള അവസരം നിഷേധിക്കാതിരിക്കുക. നമ്മൾ ദൃശ്യമൊക്കെ കണ്ടവരാണ് അല്ലേ? ദൃശ്യം 3 ഈ ഇടയ്ക്ക് റിലീസായി. നമ്മളെല്ലാവരും അത് കാണാനൊക്കെ പോയി. ദൃശ്യം 2 ഒരു രംഗമുണ്ട്. അതിൽ സിദ്ദിഖ് പോയി മോഹൻലാലിനോട് പറയുന്നുണ്ട്, എൻ്റെ മകൻ്റെ ശേഷക്രിയ ചെയ്യാനെങ്കിലും എനിക്ക് ആ ബോഡി ഒന്ന് വേണം. അവസാനം ഒരു എല്ലിൻ്റെയോ ഇങ്ങനെ എന്തോ അവശിഷ്ടം കൂടി കൊടുക്കുന്നതായിട്ട് കാണിച്ചുകൊണ്ടാണ് ആ 2ാം ഭാഗമൊക്കെ അവസാനിക്കുന്നത്. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കുക, ഏതൊരപ്പൻ്റെയും അമ്മൻ്റെയും ആഗ്രഹം എന്ന് പറയുന്ന അവസാനത്തെ ആഗ്രഹം മരിച്ചുപോയ ആ വ്യക്തിയുടെ ശേഷക്രിയ ചെയ്യുക അല്ലേ? നമ്മളാണെങ്കിൽ പോലും ഒന്ന് കൊണ്ടുപോയി അടക്കി അത് ഒരു ഓഫീസൊക്കെ ചെല്ലിയാലാണ് നമുക്ക് ആശ്വാസം പകരും. ഇവിടെ ഈ അമൽ വർഗീസിൻ്റെ അമ്മയെ സംബന്ധിച്ചും അത് തന്നെയല്ലേ ആഗ്രഹം ഉണ്ടായിരുന്നേ. തൻ്റെ ആ കാണാതായ മകന് വേണ്ടി 23 വയസ്സേ ഉള്ളൂ. ആ മകന് വേണ്ടി ഒത്തിരിയേറെ അന്വേഷണം നടത്തി അവസാനം ആ മകൻ മരിച്ചു എന്ന വാർത്ത കേട്ട് തളർന്നിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ആ അമ്മയ്ക്ക് കിട്ടിയ ഏറ്റവും വലിയ ഷോക്കായിരുന്നു തൻ്റെ മകനെ ഇനി തിരിച്ചു കിട്ടില്ല, തൻ്റെ മകൻ്റെ ശരീരം എടുക്കാൻ ആരും തയ്യാറാകുന്നില്ല എന്നുള്ള വാർത്ത. അവിടെയാണ് ഈ മനുഷ്യൻ മനുഷ്യത്വം കാണിക്കുന്നത്. ആ അമ്മയുടെ വേദന കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് ആ അമ്മയ്ക്ക് വേണ്ടി ഈ പോലീസുകാരൻ കുളത്തിലേക്ക് ഇറങ്ങി. പ്രിയമുള്ളവരെ, ഇതൊരു വലിയ സന്ദേശമാണ് നൽകുന്നത്. നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ ഒത്തിരിയേറെ അവസരങ്ങൾ കടന്നു വരാൻ സാധ്യതയുണ്ട്. ചില അവസരങ്ങളിലൊക്കെ ആക്സിഡന്റ് പറ്റി റോഡ് സൈഡിൽ കിടക്കുമ്പോൾ നമ്മളും അല്ലേ സമാജത്തിൻ്റെ ആ ഒരു ഉപമയിലെ പോലെ കടന്നു പോകുന്നവരായിട്ട് മാറാറുണ്ട്. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മനുഷ്യത്വം കാണിക്കാൻ തയ്യാറാവുക, മറ്റുള്ളവരുടെ വേദന എന്താണെന്ന് മനസ്സിലാക്കാൻ തയ്യാറാവുക, നമുക്ക് പറ്റുന്ന നീതി മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കുക. അതൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പഠിക്കേണ്ട മൂല്യങ്ങളാണ് അതൊക്കെ. അത് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ജീവിത വിജയം നേടാൻ സാധിക്കൂ. ഈ ഒരു പോലീസുകാരൻ ഒരുപക്ഷെ മറ്റുള്ളവരെ അറിയാതെ കടന്നുപോയേക്കാമായിരുന്നു. പക്ഷേ അദ്ദേഹം ചെയ്ത ഒരാക്ട് അദ്ദേഹത്തെ മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു ഹീറോ ആയിരിക്കുന്നു. അതുവരെ വാകത്താനം പോലീസ് സ്റ്റേഷനിലെ ഒരു സിവിൽ പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന രീതിയിൽ മാത്രമായിരിക്കാം ഈ പ്രതീഷ് പ്രസാദ് എന്ന പോലീസ് ഉദ്യോഗസ്ഥൻ അറിയപ്പെട്ടിരുന്നത്.
പക്ഷേ ഇന്ന് മലയാളികളുടെ മുമ്പിൽ അദ്ദേഹത്തിനൊരു പരിവേഷമുണ്ട്. ആരും തയ്യാറാകാതിരുന്ന ആ കുളത്തിലേക്ക് ഇറങ്ങി ഒരു അമ്മയുടെ വേദന അകറ്റിയവൻ, അല്ലെങ്കിൽ ആ അമ്മയുടെ പ്രതീക്ഷ കാത്തവൻ എന്ന ഒരു വാക്യം എപ്പോഴും ആ പോലീസുകാരൻ്റെ മുകളിലുണ്ടായിരിക്കും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലും സീറോയിൽ നിന്ന് ഹീറോ ആവാനുള്ള ഒത്തിരിയേറെ അവസരങ്ങൾ ദൈവമായിട്ട് ഒരുക്കി തരും. അവിടെ മടിച്ചു നിൽക്കാതെ മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുവാൻ നമുക്ക് സാധിക്കണം. അവിടെയാണ് നമ്മുടെ ഓരോരുത്തരുടെയും ശക്തി എന്ന് പറയുന്നത്. നമ്മുടെ ഓരോരുത്തരുടെയും ഏറ്റവും വലിയ ദൗത്യം ഒരുപക്ഷെ അതായിരിക്കാം നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വഴിത്തിരിവ്. അതൊക്കെ മനസ്സിലാക്കി മുന്നോട്ട് പോകുവാൻ ഈ ഒരു വീഡിയോ നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നതോടൊപ്പം തന്നെ ഈ പ്രതീഷ് പ്രസാദ് എന്ന പോലീസ് ഉദ്യോഗസ്ഥനെ ഒത്തിരിയേറെ അഭിനന്ദിക്കുന്നു. മുഖ്യമന്ത്രിക്ക് വിളിച്ച് അഭിനന്ദിച്ച ഒരു സ്ഥലത്ത് നമ്മുടെ ഒരു അഭിനന്ദനം വലിയതൊന്നും അല്ലെന്ന് എനിക്കറിയാം, എങ്കിൽ പോലും അദ്ദേഹം അഭിനന്ദനം അർഹിക്കുന്നുണ്ട്. തീർച്ചയായും അതിൻ്റെ അഭിനന്ദനം അദ്ദേഹത്തിന് കൊടുക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഈ പ്രവൃത്തി മറ്റുള്ളവർക്കും ഒരു പ്രചോദനമാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ക്ഷമയോടെ കാത്തിരിക്കാം.